ഞങ്ങൾ ഇന്ന് ഒരു കാളകൂട്ട് നടത്തി. എന്നിട്ട് ആര് ജയിച്ചു? രാജൻ. ഒരു കാളകൂട്ടും കുന്തോ പാടത്തെ ചെളിയും കൊണ്ടാണ് വീട്ടിനകത്ത് കയറി വരുന്നത്. പാടത്ത് ചെളിയിൽ പണിയെടുത്താലേ നമ്മുടെ 10,000 അറിയൂ. മോനെ, ഒന്നുമില്ലെങ്കിൽ നീ കോളേജിൽ പഠിക്കണവനല്ലേ, നീ എങ്ങനെ ഇവന്റെ കൂടെ ചുറ്റാൻ പോകുന്ന? അവൻ എന്റെ അനിയനായതുകൊണ്ട്. വല്യമ്മേ, ഇന്നും കൂടുതൽ എനിക്ക് ചേട്ടന്റെ കൂടെ ചുറ്റാൻ പറ്റൂ. നാളെ ഞാൻ ഹോസ്റ്റലിൽ പോവാണ്. എന്റെ സ്റ്റഡി ലീവ് തീർന്നു. മോൻ വാ, കയ്യും കാലം കഴിവിട്ട് നല്ല ആഹാരം കഴിക്കാം. എന്താ മോനെ? വല്യമ്മ എപ്പോഴും നൊണ്ടിക്കല്ലാന്ന് വിളിക്കുന്നു. എന്റെ ഈ കൊണ്ടൊന്നും മാറില്ലേ വല്യച്ഛ? നിന്റെ അസുഖം മാറും മോനെ. നീ ആരോഗ്യവാനായിട്ട് നീണ്ടു നിവൃത്തി നടക്കുന്നത് കണ്ടിട്ട് ഈ വല്യച്ഛൻ കണ്ണടയ്ക്കുള്ളൂ മോനെ. ചേട്ടാ, ആ നാണിയമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്താ അസുഖം? വല്ലാതെ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെയാണ്. എന്നാ ഞാൻ പോയി വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങി എത്തിച്ചു കൊടുക്കട്ടെ. മരുന്ന് നീ പോയി നിന്റെ മരുന്ന് കഴിക്കും. അവൻ മരുന്ന് കഴിക്കാനിട്ടാണോ? അവന്റെ ചുണ്ടനുണ്ടോ മാറാൻ പോകുന്നു. വെറുതെ പണം ചെലവാക്കാന്നല്ലാതെ. മോനെ, നീ പോയി മരുന്ന് കഴിക്കും. നാണിയമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോ? ആ, എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് ചേട്ടാ. ഞാൻ പോയിട്ട് വരട്ടെ. മോനെ, നീ പരീക്ഷയിൽ ഒന്നാമനായി പാസ്സാവണം കേട്ടോ. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നീ വരണം. ശരിയല്ലേ? ശരി മോനെ, പോയിച്ചു അമ്മേ. ശരി. രാജാ, 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 പ്രസാദം എടുക്കാൻ പോയതാണോ നീ? അയ്യപ്പസ്വാമിയുടെ പ്രസാദമാണ്. പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പ് തൊടാൻ മറക്കരുത്. ഒന്നാമനായി പാസ്സാവും. നീ പോടാ അവിടുന്ന്. അവൻ പരീക്ഷയിൽ പാസ്സാവാൻ നിന്റെ പ്രസാദമൊന്നും ആവശ്യമില്ല. മോനെ, നീ പോയിക്കോ. ഞാൻ പോയിട്ട് വരാം. നിങ്ങൾക്ക് എന്തിനാ പറയുന്നത്? അൻപട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് വരില്ലേ? ഇതാണാ മോനെ ഒരു ചേട്ടനായി പോയാലുള്ള ഗതികേട്. അനിയന്റെ മുമ്പ് വെച്ച് കരയാൻ പോലും അവന് അവകാശമില്ല. നീ വരുന്ന എങ്ങോട്ട്? ചുമ്മാ കറങ്ങടിച്ചിട്ട് വരാം. ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് കുറെ വായിക്കാനുണ്ട്. വല്ലാത്തൊരു വായനക്കാരൻ. എടാ പുസ്തകപ്പുഴു, നീ ഒന്നും നന്നാവത്തില്ലടാ. നീ വരുന്ന അലീജ, ഞാൻ പാടത്ത് പോയിട്ട് വരാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് പോയി അധ്വാനിക്കൊന്നും വേണ്ട. വേലക്കാരെ കൊണ്ട് വേല ചെയ്യിച്ചാൽ മതി. ജോലിക്കാർ വിയർത്തൊലിക്കുന്ന കാണുമ്പോ തണലത്ത് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല വല്യച്ഛ. ഈ ദുസ്വഭാവം കൊണ്ടാണ് നിന്റെ ഈ സൂക്കേട് ഭേദമാകത്തത്. നമസ്കാരം. കേട് ഇനി എന്നാണ് ഭേദമാകാൻ പോകുന്നത്? നമസ്കാരം. എന്താ എല്ലാരും കൂടെ? നവരാത്രി അടുത്തല്ലോ. ഇത്തവണത്തെ ഉത്സവം ഗംഭീരാക്കണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? അതേപോലെ ആദ്യത്തെ കൈനീട്ടം അവിടുത്തെ കൈ കൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിലായി, എനിക്കറിയാം നിങ്ങൾ വരുന്നുവെന്ന്. ഞാൻ കരുതിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം തന്നെ യേശുദാസിന്റെ കച്ചേരിയാണ്. അതെയോ? അദ്ദേഹം വരാനും സമ്മതിച്ചോ? സമ്മതിച്ചു. ഇന്നലെയാണ് മദ്രാസിന്റെ കമ്പി കിട്ടുന്നത്. ഓ, രക്ഷപ്പെട്ടു. വളരെ ഉപകാരം. ഞാൻ ഉടനെ കൊടുത്തേക്കാം. പിന്നെ പരിപാടിയൊക്കെ ഗംഭീരമാകണം. പതിവായിട്ട് കൊടുക്കാറുള്ള 5 രൂപയും കൊടുത്തു. എത്ര കൊടുത്തു? 5 രൂപ. ഞാൻ അവിടെ എണ്ണി വെച്ചിരുന്ന 1000 രൂപയിൽ 500 രൂപ കുറവുണ്ട്. ഇങ്ങനെ ധർമ്മം കൊടുക്കാൻ തുടങ്ങിയാലേ തറവാട് കുളം തോണ്ടും. അവർ ധർമ്മക്കാരായിട്ടൊന്നും വന്നല്ല, അവർ കൊള്ളാവുന്ന ചെറുപ്പക്കാരാ. കൊള്ളാവുന്ന ചെറുപ്പക്കാർ. ശിവരാത്രിയും നവരാത്രി മുഴുവൻ തെണ്ടി നടക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ നിനക്കെന്നത് ശിവരാത്രി നവരാത്രി. കാടൊഴിക്കുണ്ടോ ഓണവും സംക്രാന്തിയും? വലിയ വല്യച്ഛ? വല്യച്ഛന്നല്ല, വല്യമ്മേന്ന് ചോദിക്കേ. ഇല്ലേ വല്യമ്മ? അങ്ങനെ
എന്റെ അമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണ്. എനിക്ക് പേടി തോന്നുന്നു. വന്നല്ല ആവശ്യം ഷൂ ഇല്ലാതെ പെണ്ണു വന്നിരിക്കുന്നു. എന്താ എന്താണെന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞൂടെ? നിങ്ങൾ വേഗം പുറപ്പെടില്ലേ? ഞാൻ അമ്മയുടെ കൂടെ പോവാം. അച്ഛൻ വൈദ്യരെ കൂട്ടിട്ട്. അയ്യോ അമ്മേ അമ്മേ. എന്താ നാണിയമ്മേ? നാണിയമ്മേ മോഹൻ